ഹലോ, ഇന്ന് നമ്മൾ ഫോക്സ്വാഗൺ ഗോൾഫ് GTIയുടെ അതായത് MK85 ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. അതെ, ഇത് CPU യൂണിറ്റാണ്. ജർമ്മനിയിൽ നിന്ന് നേരെ വരുന്നത്. അതുകൊണ്ട് വില ഏകദേശം ഒരു 50-60 ലക്ഷം രൂപ വരും. അത്രയും വിലയോ ഒരു ഹാച്ച്ബാക്കിന്? അതും ഈ SUVകളുടെയും EVകളുടെയും കാലത്ത്? അതാണ് രസം. ആദ്യത്തെ ബാച്ച് ഏകദേശം 150 യൂണിറ്റ് മുഴുവനും വിറ്റുപോയി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ശരിയാണ്, ആ ടാക്സ് കാരണം വില കൂടും. പക്ഷേ GTI എന്ന പേരിന് അതിനൊരു ലെഗസി ഉണ്ടല്ലോ. 8ാം തലമുറ ഇറങ്ങിയപ്പോൾ ഡിസൈനിനെപ്പറ്റി ചില ക്വാളിറ്റി കുറഞ്ഞു, ലുക്ക് പോരാ, അങ്ങനെയൊക്കെ ചില സംസാരം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? ഈ 8.5 ഫേസ് ലിഫ്റ്റിൽ അത് പരിഹരിക്കാൻ നോക്കിയിട്ടുണ്ട്. പുതിയ ഫ്രണ്ട് ബമ്പർ കണ്ടോ? കുറച്ചുകൂടെ ഒരു അഗ്രസീവ് ലുക്കാണ്. ശ്രദ്ധിച്ചു. ഫോഗ് ലാമ്പുകളും മാറിയല്ലോ. അതെ, ചെക്കേർഡ് ഫ്ലാഗ് പാറ്റേൺ ആണ്. ഓരോ സൈഡിലും 5 LED. പിന്നെ ഗ്രില്ലിലെ ലോഗോ ഇപ്പോൾ ലൈറ്റപ്പ് ആവും. പുതിയ 18 ഇഞ്ച് വീലുകളും. റിച്ച്മണ്ട് എന്നാണ് പേര്. ഇതൊക്കെ പുതുതാണ്. ഒരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, വണ്ടിയിലെവിടെയും ഗോൾഫ് എന്ന പേര് കാണുന്നില്ല, GTI എന്നു മാത്രം. അതെ, ആ ഐഡന്റിറ്റി ഉറപ്പിക്കാനാണ്. ഗ്രില്ലിലെ ആ ചുവന്ന വര, GTI ബാഡ്ജുകൾ, അതൊക്കെ ധാരാളം. ശരി, ഇനി എഞ്ചിനിലേക്ക് വരാം. എന്താണവിടെ? എഞ്ചിൻ നമുക്ക് പരിചിതമായ 2.0 ലിറ്റർ ടെർബോ പെട്രോൾ തന്നെ. EA888, അതിന്റെ 4ാം തലമുറ. ഏകദേശം 265 HP പവറും 370 ന്യൂട്ടൺ ടോർക്കും. 265 HP കൊള്ളാലോ. ഇപ്പോഴും കാസ്റ്റ് അയൺ ബ്ലോക്കാണ് ഉപയോഗിക്കുന്നത്. അത് നല്ലതാണ്, ഈട് നിൽക്കും. പിന്നെ NVH ലെവൽ കുറയ്ക്കാനും അത് സഹായിക്കും. പെർഫോമൻസ് 0 to 100 എത്ര സെക്കൻഡ് എടുക്കും? അതാണ് ഹൈലൈറ്റ്. വെറും 5.9 സെക്കൻഡ്. 5.9? അതെ, ടോപ്പ് സ്പീഡ് 267 km/h വരെ ക്ലെയിം ചെയ്യുന്നുണ്ട്. 7 സ്പീഡ് DSG ഗിയർ ബോക്സ്, ഫ്രണ്ട് വീൽ ഡ്രൈവ്. 60 ലക്ഷം കൊടുക്കുമ്പോൾ ആ പെർഫോമൻസ് മാത്രം മതിയോ? അതാണൊരു ചോദ്യം. ഹാൻഡ്ലിംഗ് എങ്ങനെ? ഹാൻഡ്ലിംഗ് ആണ് GTIയുടെ പ്രധാന ആകർഷണം. MQB ഇവോ പ്ലാറ്റ്ഫോം അല്ലേ? വളവുകളിലൊക്കെ നല്ല കോൺഫിഡൻസ് തരും. ഭാരം കുറഞ്ഞ പോലെ തോന്നും. ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ടോർക്ക് സ്റ്റിയർ കുറവാണ്. വളവിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ നന്നായി പവർ കൊടുക്കാം. ചില റിവ്യൂകളിൽ പറയുന്നത് ഇതൊരു പപ്പി ഡോഗ് പോലെ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കാറാണെന്നാണ്. അങ്ങനെയാണോ? പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇന്ത്യയിലെ മോഡലിന് DCC ഇല്ല, ഡൈനാമിക് ഷാസി കൺട്രോൾ. ശരിയാണ്, അതൊരു കുറവ് തന്നെയാണ്. യൂറോപ്പിലൊക്കെ അത് കിട്ടും. ഇവിടെ ഫിക്സഡ് റേറ്റ് ഡാമ്പറാണ്. 15 mm താഴ്ന്ന സ്പോർട്ടി സസ്പെൻഷൻ. അപ്പോൾ റൈഡ് എപ്പോഴും കുറച്ച് സ്റ്റിഫായിരിക്കും. നമ്മുടെ റോഡുകൾക്ക് എത്രത്തോളം ചേരുമെന്ന് കണ്ടറിയണം. ഗ്രൗണ്ട് ക്ലിയറൻസ് വെറും 136 mm ആണ്. അത് വളരെ ശ്രദ്ധിക്കണം. 136 mm? അത് കുറവാണല്ലോ. സ്പീഡ് ബ്രേക്കറൊക്കെ പേടിക്കണം. തീർച്ചയായും. ഇനി അകത്തേക്ക് വന്നാൽ വലിയ സ്ക്രീനുകളാണല്ലോ ആദ്യം കാണുന്നത്. അതെ, 10.4 ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ. പിന്നെ പുതിയ 12.9 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. സ്റ്റിയറിംഗിൽ ഫിസിക്കൽ ബട്ടൺസ് തിരിച്ചു വന്നു അല്ലേ? അത് നന്നായി. അത് പലർക്കും സന്തോഷമാവും. പക്ഷെ ക്ലൈമറ്റ് കൺട്രോളിനും ലൈറ്റിനുമൊക്കെ ഇപ്പോഴും ആ ടച്ച് സ്ലൈഡറുകൾ തന്നെയാണ്. അത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പരാതിയുണ്ട്. സീറ്റുകളുടെ കാര്യമോ? ആ ഐക്കോണിക് ടാർട്ടൻ ഫാബ്രിക്. അത് കാണാൻ നല്ല ഭംഗിയാണ്. സിംഗിൾ പീസ് സ്പോർട്സ് സീറ്റുകളാണ്. ഹീറ്റിംഗ് ഉണ്ട്. വെന്റിലേഷനോ പവർ അഡ്ജസ്റ്റ്മെന്റോ ഇല്ല. 50-60 ലക്ഷം രൂപയുടെ വണ്ടിയിൽ അതൊരു കുറവ് തന്നെയല്ലേ? ശരിയാണ്. യൂറോപ്പിലെ പോലെ ഹാർമൻ കാർഡൻ ഓഡിയോ പവർഡ് ലെതർ സീറ്റ്സ് അതൊന്നും ഇവിടെ ഇല്ല. പിന്നിൽ സ്ഥലമുണ്ടോ? ബൂട്ട് സ്പേസ്? പിന്നിൽ ഡീസന്റ് സ്ഥലമുണ്ട്. ബൂട്ട് സ്പേസ് 380 ലിറ്റർ. പക്ഷെ സ്പെയർ ടയർ ഇല്ല കേട്ടോ. ടയർ പഞ്ചർ കിറ്റാണ്. ഓക്കെ, പക്ഷേ സേഫ്റ്റി ഫീച്ചറുകളുണ്ടല്ലോ, ADAS ഒക്കെ. അതെ, ലെവൽ 2 ADAS ഉണ്ട്. മെട്രിക്സ് LED ഹെഡ്ലൈറ്റ്, 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ, പിന്നെ ഒരു സൺറൂഫുമുണ്ട്, മുൻപിൽ മാത്രം. അപ്പോ വീണ്ടും നമ്മൾ ആ വിലയുടെ കാര്യത്തിലേക്ക് വരുന്നു. 50-60 ലക്ഷം. ഇതെങ്ങനെ ന്യായീകരിക്കും? ഇത് റാഷണൽ ആയിട്ടുള്ളൊരു വാങ്ങലല്ല. റിവ്യൂകളിലൊക്കെ പറയുന്നത് ഇതൊരു ഇമോഷണൽ പർച്ചേസ് ആണെന്നാണ്. എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന, എന്നാൽ ആവശ്യത്തിന് ത്രില്ല് തരുന്ന ഒരു കാറ്. ഒരു ഡെയിലി ഡ്രൈവർ സ്പോർട്സ് കാർ. അതെ, ആ GTI ലെഗസി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അതിനാണ് ആളുകൾ വില കൊടുക്കുന്നത്. പോളോ GTI, ഒക്ടാവിയ RS പോലെ ഇതിന് നല്ല റീസെയിൽ വാല്യൂ കിട്ടാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. ലിമിറ്റഡ് നമ്പറുകളിൽ വരുന്നതുകൊണ്ട് ഡിമാൻഡ് ഉണ്ടാവാം. എന്നാലും DCC ഇല്ല, വെന്റിലേറ്റഡ് സീറ്റില്ല. ഇതൊക്കെ 60 ലക്ഷം കൊടുക്കുമ്പോൾ ചിന്തിക്കില്ലേ, ആ പാരമ്പര്യം മാത്രം മതിയോ? അതൊരു വലിയ ചോദ്യമാണ്. ആ ഡ്രൈവിംഗ് അനുഭൂതിക്ക് ഈ കുറവുകളെയും വിലയെയും മറികടക്കാൻ പറ്റുമോ? അതോ ഒരു പുതിയ ഒക്ടാവിയ RS വന്നാൽ ആളുകളുടെ മനസ്സ് മാറുമോ? തീർച്ചയായും. അപ്പം നിങ്ങളൊരു പെർഫോമൻസ് കാർ എടുക്കുമ്പോൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക? ഏറ്റവും പുതിയ ഫീച്ചറുകൾക്കും സ്പെക്സിനുമാണോ? അതോ GTI പോലെ ഒരു ഐക്കൺ തരുന്ന ആ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനും പാരമ്പര്യത്തിനുമാണോ? ഒന്ന് ആലോചിച്ചു നോക്കൂ.